ഹായ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമാണോ? ഞായറാഴ്ച വിശേഷങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് സൺഡേ വ്ളോഗ് എടുക്കാം. സൺഡേ ലഞ്ച് വ്ളോഗ്. അപ്പോൾ അതാണ്. അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. അടുക്കളയിലിരുന്നിട്ട് നമ്മളിപ്പോൾ വ്ളോഗ് എടുക്കുന്നതാകുന്നു. ഓക്കെ. അപ്പോൾ അടുപ്പിൽ ഒരു സംഭവമുണ്ട്, അതൊന്ന് ചൂടാവട്ടെ. അപ്പോഴത്തേക്കും ഞാൻ സെറ്റാവും കേട്ടോ. സെറ്റായത് ഇങ്ങനെ വന്ന് ഇങ്ങനെ കയറി ഇങ്ങനെ ഇരിക്കും. നമുക്ക് ചരിഞ്ഞിരിക്കാനേ പറ്റുള്ളൂ, നേരെ ചെന്നിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. എല്ലാവരും സൺഡേ ആയിട്ട് വാ, കൂടെ വാ. അപ്പോൾ ഞായറാഴ്ച നമുക്കൊരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നത്. ആദ്യം ഒരു പാൻ വെച്ച് കൊടുത്തു. ആദ്യം കുറച്ച് വെള്ളം ചൂടാക്കാൻ അപ്പുറത്തെ അടുപ്പിലോട്ട് വെച്ചു. ഇനി ഒരു പാൻ വെച്ചു. പാൻ വെച്ചിട്ട് പാൻ നല്ലോണം ചൂടാകുമ്പോൾ നമുക്ക് നെയ്യിട്ട് കൊടുക്കാം. ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാം ചെയ്ത് വെച്ചു. എന്നത്തെയും പോലെ തന്നെ ചെയ്ത് വെച്ചു. ക്യാരറ്റ് അമ്മയടുത്ത് നീളത്തിൽ അരിയാൻ പറഞ്ഞ്. അമ്മച്ചിയാണെങ്കിൽ ഇങ്ങനെ അരിഞ്ഞു വെച്ച്, നീളത്തിൽ കനം കുറച്ച് അരിയാൻ പറഞ്ഞു. അമ്മച്ചി ഇങ്ങനെ അരിഞ്ഞു. കുഴപ്പമില്ല, ഫ്രൈ ചെയ്യുകയാണ്. നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടെ ഇട്ട് കൊടുത്ത് കഴുകിയാണ് ഇട്ട് കൊടുത്തത്. ആ വെള്ളം പൊട്ടിത്തെറിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും ഇങ്ങനെ നന്നായിട്ട് ഫ്രൈ ചെയ്ത്, ഇത് ഈ ക്യാരറ്റിനെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളുണ്ടാക്കുന്ന വിഭവത്തിൽ ഇങ്ങനെ കിടക്കുമ്പോൾ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ അമ്മച്ചിക്കൊരു പനി ഉണ്ടായിരുന്നു. പനി ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, അമ്മ നമുക്ക് പെട്ടെന്ന് ചെയ്തിട്ട് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് പറഞ്ഞു. എനിക്ക് എടുത്തുകൊണ്ടൊക്കെ തരണ്ടേ എല്ലാം, അമ്മച്ചിയല്ലേ എടുത്തുകൊണ്ടൊക്കെ തരുന്നതെല്ലാം. അപ്പോൾ അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച ഇന്ന് ഇവിടെ ഉച്ചയ്ക്ക് കഴിക്കാനാളില്ല, എങ്കിലും ഉണ്ടാക്കണമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ എടുക്കണ്ടേ, ഞാൻ മാത്രമേ കഴിക്കാറുള്ളൂ, ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിൻ്റെ ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ട് വേറൊരു പാത്രം വെച്ച് കൊടുത്തു. അതിലേക്ക് നെയ്യ് കുറച്ച്, 1 സ്പൂൺ നെയ്യ്, 2 സ്പൂൺ വെളിച്ചെണ്ണ അതിന് ഒഴിച്ചു. എന്നിട്ട് ഇതിന് നന്നായിട്ട് മുത്ത് വന്നപ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതിട്ട് കൊടുത്തു. അത് എനിക്കൊരു അബദ്ധം പറ്റി. ആദ്യം ഇടേണ്ടത് കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ, അതാണ് ഇടേണ്ടത്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അത് മറന്നു. അതുകൊണ്ട് കുറച്ച് മാറ്റി വെച്ചിട്ട് സജീരകം, പട്ട, പിന്നെന്താ ജീരകം, പെരിഞ്ജീരകം, സജീരകം, പിന്നെന്താ നമ്മുടെ ബേ ലീഫ്, ഇത്രയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. ഗ്രാമ്പു ഒന്നും ഇവിടെ ഇല്ലായിരുന്നു. സജീരകം ഇടുമ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റ് വേറെ ആവും. അത് സജീരകം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് മൂത്തട്ടെ. അപ്പോൾ ഈ 2 സവാള ഇത്തിരി കനത്തിൽ തന്നെ അരിഞ്ഞ് വെച്ചിരുന്നത്, വളരെ കനം കുറഞ്ഞല്ല, ഒരു കനത്തിൽ തന്നെ അരിഞ്ഞ് വെച്ചിരുന്നത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഉപ്പിക്കുക. അതിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മൂത്ത് കിട്ടുമല്ലോ. അപ്പോൾ എല്ലാ ഞായറാഴ്ചയും ഒരു റെസിപ്പിയുമായിട്ട് വരണമെന്നുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ കാണത്തുള്ളൂ, അത് കുഴപ്പമില്ല. എനിക്ക് ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടി തന്നെയാണ്. ഇപ്പോൾ ഇൻകം ഫേസ്ബുക്കിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല. അടച്ചു വെച്ചപ്പോൾ നന്നായിട്ട് വഴന്നു കേട്ടോ. കിട്ടുന്നത് കിട്ടട്ടെ. എനിക്ക് ഞങ്ങളുടെ പ്രോഡക്റ്റ് മറ്റുള്ളവരിൽ എത്തുക എന്നുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഫേസ്ബുക്ക് തന്നേക്കുന്നത്. യൂട്യൂബിൽ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യും, പക്ഷേ എല്ലാ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ മൂപ്പിച്ച് വഴറ്റിയെടുത്തു. എന്നിട്ട് കുരുമുളക് പൊടി 1 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തത്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഗരം മസാലയാണ് ഇടേണ്ടത്. 3 പച്ചമുളക് കൂടെ ഇട്ട് കൊടുത്തു. 3 വലിയ പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റാം. ഗരം മസാല കൂടി ഇനി നമുക്കിത് ചേർക്കണം കേട്ടോ. അപ്പോൾ മറ്റ് മസാലകളൊന്നും ചേർക്കാത്ത ഫ്രീ ആയിട്ടുള്ള ഒരു സൂപ്പർ ഐറ്റമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതേ മെത്തേഡിൽ നമുക്ക് വെജും ചെയ്യാം, പക്ഷേ ഇത് നമ്മൾ ചെയ്തേക്കുന്നത് ഗരം മസാല ഇട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞു ഗരം മസാല ഇച്ചിരി കൂടെ ഇടാൻ പറഞ്ഞു. അങ്ങനെ ഒരു 1/2 സ്പൂൺ താഴെ ഇട്ട് കൊടുത്തു കേട്ടോ. നമുക്ക് 2 പേർക്കുള്ള പാചകമാണ് ഈ ചെയ്യുന്നത്, അതുകൊണ്ടാണ് കേട്ടോ കുറച്ചൊക്കെ ഇടുന്നത്. അപ്പോൾ എന്നിട്ട് അതിനെ വഴന്ന് വന്നപ്പോൾ ഈ ചിക്കൻ കഴുകി വെച്ചിരുന്നു. 4 പീസ് ചിക്കനെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ കഴിക്കുന്നത് മാത്രം.
നമ്മളിങ്ങനെ ചിക്കൻ വാങ്ങിയിട്ട് 2 വീട്ടിലും കൂടെയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും മതി, കാരണം നമ്മൾ അങ്ങനെ കഴിക്കത്തുള്ളൂ. പിന്നെ എന്തിനാണ് 1 കിലോയും കൂടെ, ബാക്കി അവിടെയും വയ്ക്കും, ചേച്ചിയും വയ്ക്കും. അപ്പോൾ ഞാൻ മറ്റു മാറ്റി തൈര് ഒഴിക്കുക. അമ്മച്ചി കാണിച്ച 2 കൂട്ടുകാർ കുറേ തൈര് ഒഴിച്ചു, പിന്നെ കുറച്ചെടുത്ത് മാറ്റി കേട്ടോ. എന്നിട്ട് വഴറ്റി എടുക്കുകയാണ് കേട്ടോ. കുറച്ച് തൈരങ്ങ് മാറ്റി. എന്നിട്ട് നമ്മളതിലേക്ക് മല്ലിയില ഇട്ട് കൊടുത്തു. മല്ലിയിലയും ഇട്ട് ഇളക്കി പിടിപ്പിക്കുകയാണ്. ആ പൊളിയാണ് കൂട്ടുകാരി, പൊളിയാണ്. ഒരു പ്രാവശ്യം മെത്തേഡ് ചെയ്ത് നോക്കുക. അടച്ച് വെച്ചിട്ട് വെന്തു. ഒരു 10-15 മിനിറ്റ് കൂടുതൽ ഞാൻ വെച്ചിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും വെന്ത് തരത്തിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ ആ ഗ്ലാസ്സിന് 1 ഗ്ലാസ് അരി ബസ്മതി റൈസ് എടുത്ത് കുതിരാനിട്ടിട്ട് 25 മിനിറ്റ് കൂടുതലായി കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് ഒക്കെ വയ്ക്കുകയാണ്. ഉപ്പൊക്കെ ഇടുമ്പോൾ ഉപ്പില്ലായിരുന്നു, കുറച്ച് ഉപ്പ് കൂടെയൊക്കെ ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്ത് വെള്ളം അളന്നൊഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ വെള്ളം വെച്ച് ഞാൻ വറ്റിച്ച് പക്ഷേ നല്ലപോലെ വെന്തു. എന്നിട്ട് നമ്മളത് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. 2 ഗ്ലാസ് വെള്ളം, ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുത്തു. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടും 3-3.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടും ഇന്ന് അരിക്ക് പിന്നെ വേവാറുണ്ട്. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം നിറച്ച് ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ ചിക്കൻ അതിൽ നിന്നെടുത്ത് മാറ്റണേ. നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ചിക്കൻ മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലായാലും വന്ന് ബിരിയാണി അല്ലെങ്കിൽ സദ്യയൊക്കെ കൊടുക്കുന്നവർക്ക് ഒരു വെറൈറ്റിയാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അയ്യോ, എന്നിട്ട് ഇതിനെ നല്ലപോലെ തിളച്ച് ഇളക്കിയല്ലേ, നല്ലോണം തിളച്ച് ഇളക്കണം. അപ്പം മറ്റേ അരി ഊറ്റി വെച്ചിരുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കണേ. നല്ലപോലെ കഴുകി ഊറ്റി വെച്ചിരുന്നു അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് ഇട്ട് കൊടുത്ത് മൊത്തം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് 2 ഗ്ലാസ് വെള്ളം വെച്ചാൽ ആ വെള്ളം വറ്റി. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം വയ്ക്കുമ്പോഴാണ് ബസ്മതി റൈസിന് ഒക്കെ ശരിയാവുന്നത് കേട്ടോ. നീളമുള്ള ചോറാണ് ഉണ്ടാക്കുന്നത്, പുലാവാണ് ഉണ്ടാക്കുന്നത്, ചിക്കൻ പുലാവ്. ഇത് യഥാർത്ഥത്തിൽ ഒരു ഉപ്പാണ് കൊടുത്തത്. യഥാർത്ഥത്തിൽ നമ്മുടെ റെസിപ്പിയൊന്നുമല്ല, ഞാനൊരു യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ. പാലും മഞ്ഞൾപ്പൊടിയുമാണ്. 1/2 ഗ്ലാസ് പാലില്ല, 1/2 ഗ്ലാസ് താഴെ എടുത്ത് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുത്തേന് കേട്ടോ. എന്നിട്ട് മല്ലിയിലയും ഇട്ട് ഇനി നമുക്ക് ഇതിനെ അങ്ങ് അടച്ച് വയ്ക്കാമേ. അഞ്ചായിട്ട് അടച്ച് വയ്ക്കാം. അതിന് കൊണ്ട് സംഭവം കൂടെ ഇടാം, നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി, ക്യാരറ്റ് കേട്ടോ. ഇതും കൂടെ ഇട്ട് നമുക്കങ്ങ് അടച്ച് വയ്ക്കാം കേട്ടോ. ആ എസൻസൊക്കെ വന്ന്, നെയ്യുടെ എസൻസും എല്ലാം വന്ന് പൊളി മാസമായിട്ട് ഇത് വേവും. ഇനിയും ഒരു ഇപ്പോൾ കറക്റ്റ് നമ്മൾ സത്യം പറഞ്ഞാൽ 3 ഗ്ലാസ്സിൽ അപ്പുറം വെള്ളം ഒഴിച്ച് കേട്ടോ. 3 ഗ്ലാസ്സിൽ അപ്പുറം വെള്ളം ഒഴിച്ചപ്പോൾ ഇങ്ങനെയാണ് വെന്ത് വന്നത്. അടച്ച് വെച്ച് വേവിച്ചു. അപ്പോഴത്തേക്ക് ഇങ്ങനെ വെന്ത് വന്നു കേട്ടോ. ചെറിയ തീ വെച്ച് നമ്മളിങ്ങനെ വേവിക്കണം, കുഞ്ഞ് തീയാണ്. അപ്പോൾ ഞാൻ പറ്റുന്ന അപ്പത്തടുപ്പിലോട്ട് വെച്ച് അതിനെ ഒന്ന് അടച്ച് വയ്ക്കും. ഇവിടെ ഇച്ചിരി പണിയുണ്ട്. അപ്പോൾ ആദ്യത്തെ പാൻ തന്നെ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് പിന്നെയും കഴുകിയത് കൊണ്ട് പാനിൽ വെള്ളം ഉള്ളതുകൊണ്ട് ഒത്തിരി നേരം കൂടെ വയ്ക്കേണ്ടി വരും. അപ്പോൾ അതവിടെ ഇരുന്ന് ചൂടാവട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ അതിന് ചിക്കൻ എടുത്ത് പുരട്ടി, കുറച്ച് മുളക് പൊടി, ഗരം മസാലയും കൂടെ ഇട്ട് പുരട്ടി വെച്ചാൽ വേവിച്ച ചിക്കൻ തന്നെ കേട്ടോ. ഒന്ന് കുഴച്ച് പുരട്ടി, അപ്പോഴേ അത് പിടിക്കുകയുള്ളൂ. എന്നിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. നമുക്ക് ആ ഇതിലിടാനായിട്ട്, പുലാവിലിടാനായിട്ട് കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ ഇട്ട് ചെയ്താൽ മതി. കോരി മാറ്റാതെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഒരു വെറൈറ്റി ചെയ്തതാണേ. അപ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടി ചിക്കൻ കഴിക്കുമ്പോൾ ടേസ്റ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്താൽ കേട്ടോ. ഇതേമാതിരി പുലാവ് നിങ്ങൾ വെച്ച് നോക്കണം കേട്ടോ. 2 പേർക്ക് ധാരാളം, 2 പേരല്ല, ഞാനൊക്കെ കഴിക്കുന്നതിലേക്ക് 3 പേർക്ക് ഒക്കെ ധാരാളം കേട്ടോ. അപ്പോൾ അപ്പുറത്ത് നമ്മുടെ പുലാവ് റെഡി ആവുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ചിക്കൻ ഇങ്ങനെ ചെറിയ തീ വെച്ച് ഫ്രൈ ആക്കി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മഴ വരുന്നു, തുണി ഇറക്കിക്കൊണ്ട് വയ്ക്കുന്നു, ഇടുന്ന്, അങ്ങനത്തെയൊക്കെ ഒരു ബഹളമാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അമ്മച്ചിയെ വിളിക്കും കൂടെ. അമ്മ ഇതെടുത്ത് അപ്പുറത്ത് വയ്യമ്മ, അതെടുത്ത് ഇപ്പുറത്ത് വയ്യമ്മ എന്നൊക്കെ പറഞ്ഞ് വിളിക്കും.
അപ്പോഴാണ് ഓടിക്കൊണ്ട് വരുന്നത്. അപ്പോൾ ഞാൻ ചിക്കൻ എടുത്ത് ചോറിലോട്ട് ഇടണം കേട്ടോ. ഇട്ടിട്ട് അതിൽ ചോറ് കോരിയിട്ട് അടച്ച് വെച്ച് 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തുറക്കുമ്പോൾ യഥാർത്ഥ പുലാവ് റെഡിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് എടുത്ത് കഴിക്കാൻ പറ്റുന്ന പുലാവ് നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കണേ. യഥാർത്ഥത്തിൽ ബിരിയാണിയുടെ ഒരു റെസിപ്പി ഒക്കെ തന്നെയാണ് പുലാവിന്. പക്ഷേ ചിക്കൻ പുലാവ്, സൺഡേ സ്പെഷ്യൽ ചിക്കൻ പുലാവ്. അപ്പോൾ അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ ഇത് ഇനി കൊള്ളാവോ എന്നൊക്കെ. സത്യമായിട്ടും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവം. നോൺ വെജ് ബിരിയാണി പ്രേമികൾക്കൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമാണ് കേട്ടോ. ഞാൻ ആ വീഡിയോകളൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ ആലോചിക്കും, ഇതേമാതിരി ഇത് ചെയ്യുമ്പോൾ നമ്മളെ രീതിക്ക് ഒരു വെറൈറ്റിയിൽ ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും കേട്ടോ. ഇങ്ങനെ മൂടി വെച്ച ചിക്കന് ചോറിട്ട് മൂടി വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് എടുക്കും. അടച്ച് വെച്ചിട്ട് എടുക്കുമ്പോൾ അതേ ഭയങ്കര ഒരു സൂപ്പർ ടേസ്റ്റാണ്. നെയ്യിൽ അതിപ്രസരം ഒന്നുമില്ല. അപ്പോൾ പ്ലേറ്റിലെടുത്ത് വെച്ച് കുറച്ച് നാരങ്ങാച്ചാറും എടുത്ത് വെച്ച് ഇതേപോലെ കഴിക്കണം. തൈര് കഴിക്കണം കേട്ടോ. തൈരും പപ്പടം ഉണ്ടെങ്കിൽ പൊളിയായിരുന്നു. തൈര് എടുത്തില്ല. എടുക്കാഞ്ഞ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മച്ചിക്ക് പനി, പിന്നെ ഞാൻ മാത്രമായിട്ട് കഴിക്കണ്ടെന്ന് വിചാരിക്കും. എനിക്കും തലവേദനയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് തൈര് കഴിക്കാഞ്ഞത്. തൈര് അങ്ങനെ നല്ലതല്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് തൈര് കഴിക്കുമ്പോൾ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. ഞായറാഴ്ചത്തെ നമ്മളുടെ ഒരു വിഭവം നിങ്ങൾ ഉണ്ടാക്കി നോക്കുമെന്നറിയുന്നത് ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര ഒരു 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 ആത്മസംതൃപ്തിയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് ചിക്കൻ പുലാവ് ഉണ്ടാക്കി നിങ്ങളുടെ മുമ്പിൽ വെച്ചപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സമാധാനം നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് കൂടെ കാണാൻ കഴിയും. നിങ്ങളെനിക്ക് തരേണ്ടത് വ്യൂസ് തന്നെയാണ്. നിങ്ങൾ കുറേ പേര് കാണുമ്പോൾ ഭയങ്കര കണ്ടൻറ്റൊന്നുമല്ല, എങ്കിലും നിങ്ങൾ കുറേ പേര് കാണുമ്പോൾ എനിക്കൊരു സന്തോഷം. ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങളുടെ സ്വന്തം ടീച്ചർ.